നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ഭഗവത്ഗീതയിലെ 2-ാം അധ്യായമായ സാഖ്യയോഗത്തിലെ 16-ാമത്തെ ശ്ലോകം. നമുക്കാദ്യം ഈ ശ്ലോകം പഠിക്കാം. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോന്തസ്തനയോസ്തത്വദർശിഭിः. ഇനി അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദമാണ് നാം ചർച്ച ചെയ്യുന്നത്. ന അസതഃ വിദ്യതേ ഭാവഃ ന അഭാവഃ വിദ്യതേ സദഃ ഉഭയോഃ അപി ദൃഷ്ടഃ അന്തഃ തു അനയോഃ തത്വദർശിഭിः. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. അസതഃ ഭാവഃ ന വിദ്യതേ സദഃ അഭാവഃ ച ന വിദ്യതേ അനയോഃ ഉഭയോഃ അപി അന്തഃ തു തത്വദർശിഭിः ദൃഷ്ടഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരമാണ്, അന്തസത്തയാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഇവിടെ പ്രസ്തുത ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ആത്മസ്വരൂപവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് എത്തിക്കുകയാണ് അർജുനനെ. പ്രസ്തുത ശ്ലോകത്തിലൂടെ അതിൻ്റെ ആരംഭമാണ് ഭഗവാൻ ഇവിടെ കുറിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അസത്തിന് ഇല്ലാത്തതിന് ഉണ്ട് എന്നുള്ള അവസ്ഥയില്ല, സത്തിന് ഉള്ളതിന് ഇല്ലായ്മ എന്ന അവസ്ഥയും ഇല്ല. സത്തിൻ്റെയും അസത്തിൻ്റെയും പരമാർത്ഥ സ്ഥിതിയാകട്ടെ തത്വദർശികളാൽ അറിയപ്പെട്ടതുമാണ്. മാറ്റമില്ലാതെ വർത്തിക്കുന്നതാകുന്നു സത്ത്, അനിത്യവും മാറിക്കൊണ്ടിരിക്കുന്നതുമാകുന്നു അസത്ത്. ഇതാകുന്നു പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.